ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 ഓഗസ്റ്റ് 2 വെള്ളിയാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനം ഓപ്ഷൻ 5 വരെ. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജ് പരിശോധിക്കുമ്പോൾ എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിൻ്റെ ഓപ്ഷൻ കൊടുക്കുന്നതിനെപ്പറ്റി ഇന്നലത്തെ പത്രത്തിൽ മാതൃഭൂമി വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് എഞ്ചിനീയറിംഗ് ഫാർമസി സീറ്റ് ലഭ്യതയെപ്പറ്റിയാണ് ഇന്ന് വിദ്യാഭ്യാസം പേജിൽ പറഞ്ഞിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് പ്രതിവർഷ ഫീസ് നിരക്കുകൾ, വിവിധ വിഭാഗങ്ങളിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകൾ, ഇവയെപ്പറ്റിയെല്ലാം വിശദമാക്കിക്കൊണ്ട് എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിൻ്റെ സീറ്റ് ലഭ്യത വളരെ വ്യക്തമായിട്ട് ഇന്ന് മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രധാന പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയാണ് കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനം. മലയാള മനോരമയുടെ വിദ്യാഭ്യാസം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്നൊരു വാർത്തയാണിത്. ട്രയൽ അലോട്ട്മെൻറ്റ് മറ്റന്നാൾ, ആദ്യ അലോട്ട്മെൻറ്റ് 8-ന്. കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിൽ എഞ്ചിനീയറിംഗ് ഫാർമസി ബാച്ചിലർ ബിരുദ പ്രവേശനത്തിന് ഓഗസ്റ്റ് 5-ന് രാവിലെ 11 വരെ ഓപ്ഷൻ സമർപ്പിക്കാം. വെബ്സൈറ്റ് www.ce.kerala.gov.in. എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കാണ് എഞ്ചിനീയറിംഗ് ഫാർമസി ഓപ്ഷൻ നൽകാൻ അവസരം. ആദ്യഘട്ട സമയക്രമത്തെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 4, താൽക്കാലിക അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 7, ആദ്യഘട്ട അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 8. ഫീസ് അടയ്ക്കാനുള്ള ദിവസം 8-ാം തീയതി മുതൽ 12-ാം തീയതി വൈകിട്ട് 4 വരെയാണ് അനുവദിച്ചിരിക്കുന്നത്. തുടർ അലോട്ട്മെൻറ്റുകളുടെ സമയക്രമം പിന്നീട് പ്രസിദ്ധപ്പെടുത്തും. അലോട്ട്മെൻറ്റുകൾ അപ്പോൾ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തും. കൂടാതെ ടോക്കൺ ഫീ അടയ്ക്കുന്നതിനെപ്പറ്റി, ഓപ്ഷൻ നൽകുന്നതിനെ പറ്റിയുള്ള വിശദാംശങ്ങളെല്ലാം മലയാള മനോരമ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി എന്താണ് ഓപ്ഷൻ നൽകുന്നത്? എഞ്ചിനീയറിംഗ് പഠനം സ്വപ്നം കണ്ടുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല കോളേജ് സെലക്ട് ചെയ്യുവാനും ഏറ്റവും മേൽത്തരം ബ്രാഞ്ച് സെലക്ട് ചെയ്യുവാനും അതിൻ്റെ ഫീസ് നിരക്കുകൾ മനസ്സിലാക്കാനും ഉള്ള അവസരമാണ് ഓപ്ഷൻ വിജ്ഞാപനത്തിൽ കൊടുത്തിരിക്കുന്നത്. പത്രം റിപ്പോർട്ട് ചെയ്യുകയാണ്, ആലോചിച്ചുറപ്പിച്ച് വേണം തീരുമാനമെടുക്കാൻ. താങ്ങാനാവാത്ത ഫീസ് നൽകേണ്ട ഓപ്ഷൻ മുൻഗണനയിൽ ആദ്യം കൊടുത്ത് അതിൽ നിന്ന് മാറാനാവാതെ വരുന്ന സാഹചര്യം ഒഴിവാക്കണം. എൻട്രൻസ് കമ്മീഷണറുടെ അറിയിപ്പുകൾ സൈറ്റിലും പത്രങ്ങളിലും വരുന്നത് നിരന്തരം ശ്രദ്ധിക്കുക. ഇനി ഓപ്ഷൻ നൽകുമ്പോൾ കോഴ്സുകളുടെ ഉള്ളടക്കം, 4 വർഷം കഴിഞ്ഞുള്ള ജോലി സാധ്യത, ഇവയെപ്പറ്റിയുള്ള തിരിച്ചറിവിന് ശേഷം വേണം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുവാൻ. കോഴ്സുകളുടെയും സ്ഥാപനങ്ങളുടെയും കോഡുകളുമായി പരിചയപ്പെടണം. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് 2000 രൂപ ഓൺലൈനായോ പോസ്റ്റ് ഓഫീസ് വഴിയോ സമർപ്പിക്കാവുന്നതാണ്. പ്രവേശനാർഹതയുള്ള കോഴ്സ്, അതിൻ്റെ കോഡ്, അതിൻ്റെ കോമ്പിനേഷൻ, ഫീസ് നിരക്ക് തുടങ്ങിയവയെല്ലാം ഓപ്ഷൻ വിജ്ഞാപനത്തിൽ ലഭ്യമാണ്. തിരഞ്ഞെടുത്ത ലിസ്റ്റിലെ ഓരോ കോമ്പിനേഷൻ്റെയും മുൻഗണന കൂട്ടാനും കുറയ്ക്കാനും സൗകര്യമുണ്ട്. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി ഓപ്ഷൻ രജിസ്ട്രേഷനെ പറ്റി വളരെ വിശദമായിട്ട് ഇന്നത്തെ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പത്രം പരിശോധിച്ച് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നത് ഏറെ പ്രയോജനകരമാണ്. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.